ഫൈനലി ബിഗ് ബോസിന് ശേഷം നമ്മൾ ലക്ഷ്മിനെ കണ്ടുമുട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. ലക്ഷ്മി മാത്രമല്ല, നമ്മുടെ റെന ഉണ്ടായിരുന്നു, അക്ബർക്ക് ഉണ്ടായിരുന്നു, റെനന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അവളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് കേട്ടോ. യു ഗൈസ് മീ നോ ഹർ. അപ്പോൾ നമ്മൾ പരിപാടിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ മെൽക്കയിലോട്ടാണ് ഓടിപ്പോയത്, കാരണം നമുക്ക് തുണി എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് മെൽക്കയിലോട്ട് പോയി. അവിടുത്തെ അഫ്രിൻ തന്നെയാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നെ കേട്ടോ. ഒരു സെറ്റിൽ മേക്കപ്പ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ടോപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് അവള് നല്ല വൃത്തിക്ക് സ്റ്റൈൽ ചെയ്ത് തന്നിട്ടോ. അങ്ങനെയാണ് സ്കേർട്ടും ഈ ടോപ്പും ഇതിലോട്ട് നമ്മൾ എത്തുന്നത്. പിന്നെ നൂറിന്റെ ആസ് യൂഷ്വൽ അവൾ ഗോർജിയസ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആദിച്ചേട്ടന്റെ ഷോ ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്നത് സെക്കൻഡ് ടൈം ആട്ടോ. ഞാൻ സ്കൂൾ ടൈമിൽ ആദിച്ചേട്ടന്റെ മുന്നേ ഒരു ഷോ കണ്ടിട്ടുണ്ട് ജിദ്ദയിൽ വെച്ചിട്ട്. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇനി നെക്സ്റ്റ് മന്ത് കൂടെ വരുന്നുണ്ട്, അപ്പോൾ കണ്ടു നോക്കാട്ടോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്. കാരണം ഇതൊന്ന് കണ്ടു നോക്കേണ്ട, ലൈക്ക് കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്, ഫൺ ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, എല്ലാ സംഗതിയുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സോ ട്രൈ ടു എക്സ്പീരിയൻസ് ദാറ്റ്. പിന്നെ നമ്മൾ ഈ ചേട്ടന്മാരെയൊക്കെ കണ്ട് അനശ്വരയുടെ ചേച്ചിനെയൊക്കെ കണ്ടവർക്കൊക്കെ നമ്മളറിയാം. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ.